ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലെ എല്ലാവർക്കും പനി പിടിച്ചിരിക്കുന്ന ഒരു ദിവസത്തിൻ്റെ ഒരു വ്ളോഗാട്ടോ. അപ്പോൾ ആദ്യം തന്നെ പനി കിട്ടിയത് ഉണ്ണിക്കാണ്, പിന്നെ എനിക്കായി, പിന്നെ വാവകൾക്കായി, അമ്മയ്ക്കായി. അപ്പോൾ ഈ പനിയും ജലദോഷമൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് ഞാൻ ഉണ്ണിനെയും കൊണ്ട് തന്നെ ഫ്രണ്ട്സിനായിട്ടൊന്ന് പുറത്ത് പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ഉണ്ണിക്ക് കുറച്ച് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. അതും ഉച്ച സമയത്തായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ നന്നായിട്ട് എണ്ണ തേച്ച് അവനെ പറഞ്ഞു വിട്ടിരുന്നു. അങ്ങനെ പിന്നെ തിയേറ്ററിലേക്ക് കയറിയപ്പോൾ അവിടെ ഈസി ആയിരുന്നു. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ട് തന്നെ അവന് പനി വന്നു. എനിക്കറിയായിരുന്നു, എനിക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഉച്ച സമയത്തൊക്കെ വെയിലത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും പെട്ടെന്ന് കോൾഡും പനിയൊക്കെ വരും. പക്ഷേ ആ ഒരു ബോധമില്ലാണ്ടാണ് ഞാൻ ഉണ്ണിക്ക് ഐസ്ക്രീമൊക്കെ കൊടുത്തത്. അങ്ങനെ അവന് തീരെ വയ്യായിരുന്നു. ഇപ്പോൾ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത് നമുക്ക് പനിയൊക്കെ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ. ഏകദേശം ഒരു മയം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയില്ല, എനിക്കിപ്പോൾ ഇപ്പോഴും സ്റ്റില്ലുണ്ട്. പക്ഷേ ഒരു അമ്മയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് പനി വന്നാലൊന്നും നമുക്ക് പണ്ടത്തെ പോലെ ചടഞ്ഞു മൂടി കെടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് എണീക്കണം, നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വയെങ്കിലും ഞാൻ എണീറ്റ് എൻ്റേതായ ഓരോ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എണീറ്റിട്ട് കുറച്ച് ടൈം അധികമായിരിക്കണോ, പിന്നെ അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടിക്ക് നടന്നിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറിലേക്ക് കുറച്ച് സംഭവങ്ങൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് സിമ്പിളിൻ്റെ ഈ ഒരു ഫേസ് വാഷ്. അപ്പോൾ ഞാൻ ഇന്നാൾ സ്മിറ്റൻ്റെ ഞാൻ ട്രയൽ പാക്സ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഞാൻ വാങ്ങി ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ സെറ്റാഫലിൻ്റെ ക്ലൻസറൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതും ഇതൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഞാനിപ്പോൾ ഫേസ് വാഷായിട്ട് അതാണ് യൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ മുഖം കഴുകണ സമയത്താണ് ഉണ്ണി സ്റ്റെയർസ് കയറി മോളിലേക്ക് ഫോൺ എടുക്കാൻ വേണ്ടി വന്നത്. അവൻ അങ്ങനെ പൊതുവെ സ്റ്റെയർസ് ഒന്നും കയറാറില്ല. പക്ഷേ ഈ സ്റ്റെയർസും എന്തെങ്കിലുമൊക്കെ ഇരിക്കണണ്ട അവൻ കയറി എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ഞാൻ ഫോൺ എടുത്തു. അവിടെ ഞാൻ ആ ഒരു ഭാഗം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ടിഫിൻ കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഉണ്ണിക്ക് തീരെ വയ്യാണ്ടായിട്ട് നമ്മൾ കാഷ്വാലിറ്റിലൊക്കെ പോയിട്ട് കുറച്ച് നേരം കിടക്കേണ്ടൊക്കെ വന്നു. പിന്നെ അവിടെ നിന്ന് ഡോക്ടർ ഉണ്ണിക്ക് പനി കുറവായെന്ന് കണ്ടപ്പോഴാണ് അവിടെ നിന്ന് നമ്മളെ പറഞ്ഞയച്ചത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ കിടക്കേണ്ടൊക്കെ വന്നേനെ. കാരണം അത്രയും സീനായിരിക്കുന്നു അവന് പനി വന്നിട്ട്. ഉണ്ണിക്ക് കൊടുത്ത ശേഷം പിന്നെ ഞാൻ കഴിക്കാതിരിക്കുകയാണ്. എനിക്ക് രാവിലെ ഏറ്റവും ഇഷ്ടമുള്ള ടിഫിനാട്ടോ. എനിക്ക് പണ്ടൊക്കെ അമ്മ ഉണ്ടാക്കി തന്നിരുന്നു. പിന്നെ കുറച്ച് കാലം മിസ് ചെയ്തു. പിന്നെ വീണ്ടും തിരിച്ച് വന്നിരിക്കുകയാണ്. ഇത് കൈപ്പത്തിരിയും നാളികേരപ്പാലും പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഉണ്ണികളുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അവർക്കും വയ്യ, അവർക്കും കോൾഡാണ്. അവർക്ക് അങ്ങനെ ഫീവർ വന്നിട്ടില്ല, പക്ഷേ കോൾഡ് കഫക്കെട്ടൊക്കെ വന്നു. ഇത്രയും ചെറിയൊരു സ്റ്റേജിൽ കോൾഡും കഫക്കെട്ടൊന്നും വന്നിട്ട് അതും അതിന് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. ഉണ്ണിക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അവനൊക്കെ നമുക്ക് ആ ഒരു വാക്സിനേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പനിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവർക്ക് ഇത്രയും പെട്ടെന്ന് ഈ കഫക്കെട്ടും പനിയൊക്കെ വന്നപ്പോൾ എനിക്ക് എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് പാൽ കുടിക്കാനും, അവർ ഈ ബോട്ടിൽ ഫീഡാണല്ലോ ചെയ്യണത്. അപ്പോൾ അവർക്ക് കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ കഫക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ആദ്യം ആമീനെയാണ് എടുത്തിട്ടുള്ളത്. അവൾക്ക് ആദ്യം സ്വെറ്ററൊക്കെ ഊരി കൊടുക്കുകയാണ്. പിന്നെ ഡൈപ്പർ ചേഞ്ച് ചെയ്യണം, കാരണം നൈറ്റിലിട്ട് കൊടുത്തുള്ളതാണ്. അപ്പോൾ ഈ ഞാൻ ബംടമിൻ്റെ ആണ് യൂസ് ചെയ്യണമെങ്കിൽ പോലും എനിക്ക് ലീക്കിംഗ് ഉണ്ട് കേട്ടോ. അതൊരു മോർണിംഗ് ഒക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം ലീക്കിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ അവരെ ഉറക്കം വിട്ടു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം വന്ന് ഡൈപ്പറും അതുപോലെ തന്നെ സ്വെറ്ററൊക്കെ മാറ്റി കൊടുക്കും. അതല്ല എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ സ്വെറ്ററിൽ തന്നെ കിടത്തണം. സ്വെറ്ററും ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഉറങ്ങില്ല, അവർ നല്ല ഓണായിരിക്കും. അതുകൊണ്ട് രാവിലത്തെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഉണ്ണികളുടെ അടുത്തേക്ക് വരാം. അങ്ങനെ കുറച്ച് നേരം മാമിയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഞാനിങ്ങനെ ഒരിടത്തിൽ വായിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ നമ്മുടെ ന്യൂ ബോൺ ആയിട്ടുള്ള ബേബീസിനോട് നമ്മളൊരു എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവരോട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കുന്നു. അവരുടെ ആ ഒരു വെർബലിൻ്റെ ആ ഒരു ഹെൽപ്പ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി നല്ലതായിരിക്കുന്നു ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നോരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ അപ്പുറത്ത് ചുറ്റുള്ളവരൊക്കെ പറയും, നീ പറയണത് ഇപ്പോൾ അവർക്ക് മനസ്സിലായത് തന്നെ എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നമ്മൾ നമ്മുടെ മക്കളോട് ചെറിയ ചെറിയ കാര്യങ്ങളായാലും സംസാരിച്ചാൽ തന്നെയാണ് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി പെട്ടെന്ന് സംസാരിക്കാനൊക്കെ അവർക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും. അത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ട്രൈ ചെയ്യണത്. ഉണ്ണിയായിരുന്നപ്പോഴൊന്നും എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. എനിക്ക് എന്തൊക്കെയോ ഒരു ചമ്മൽ പോലെയായിരുന്നു നമുക്കിങ്ങനെ അല്ലാതെ മുന്നിൽ വെച്ച് കൊഞ്ചിക്കാനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഓപ്പണായിട്ട് ആരുടെ മുന്നിൽ എന്ത് വെച്ചിട്ടായാലും ഉണ്ണികളോട് നന്നായിട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടും. അപ്പോഴാണ് കൂടുതൽ കമൻസ് ഒക്കെ വന്നു തുടങ്ങിയത്. ഇങ്ങനെ ഇപ്പോൾ നീ പറയണത് ഇപ്പോൾ അവർക്ക് മനസ്സിലായത് തന്നെ, അങ്ങനത്തെ കമൻസ് ഒക്കെ വരാൻ തുടങ്ങി. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ മക്കളോട് നന്നായി സംസാരിക്കുക, ഓരോ കാര്യങ്ങൾ ചോദിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക.
അവർക്ക് മനസ്സിലാവില്ല, എന്നാലും അവരത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കത് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെ ആമീനെ നന്നായിട്ട് ഫീഡ് ചെയ്തിട്ട് ബർപ്പ് ചെയ്തിട്ട് അവളെ കെടുത്തി. അത് കഴിഞ്ഞിട്ട് കൊച്ചുവിന് എടുക്കുകയാണ്, കൊച്ചുവിൻ്റെ സ്വെറ്റർ എടുക്കുകയാണ്. സെയിം തന്നെയാണ്, കൊച്ചുവിനായാലും സ്വെറ്റർ ഇട്ടാൽ മാത്രമേ കൊച്ചു ഉറങ്ങുള്ളൂ. ഞാനിപ്പോൾ നൈറ്റ് എനിക്ക് ഭയങ്കര ബിസിയാണ്, ഉണ്ണികൾ ഭയങ്കര ഉറങ്ങണില്ല, വാശിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ മിക്കതും കൊച്ചുവിന് തന്നെയായിരിക്കും വാശി. ഞാൻ ഉടനെ ചെയ്യണ കാര്യം ഏത് സമയമാണെന്ന് നോക്കില്ല, വേഗം പാമ്പേഴ്സ് ഇടും, വേഗം സ്വെറ്റർ എടുക്കും, അവനെ ഞാൻ മൂടി പുതച്ച് വെക്കും. അവൻ അങ്ങനെ ചെയ്താൽ വേഗം ഉറങ്ങും. അവന് എന്താ വയറ് നിറഞ്ഞോ എന്നൊന്നും അവൻ നോക്കില്ല. അവൻ വേഗം, അവനൊരു തണുപ്പിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ സ്വെറ്ററും പാമ്പേഴ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഉറങ്ങും. അതുകൊണ്ട് കൊച്ചുവിന് അടക്കാനുള്ള വഴിയായിട്ട് കണ്ടിട്ടുള്ളത് ഞാൻ അതാണ്. അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അവനെ ഞാൻ മൂടി പുതച്ച് വെക്കും, അപ്പം വേഗം കിടന്നുറങ്ങും. അങ്ങനെ ഉണ്ണികൾ രണ്ടുപേരും ഫീഡ് ചെയ്തിട്ട് അവരൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി ലോക്ക് ചെയ്തിട്ടുണ്ട് ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ ഉണ്ണി വേഗം ഓടിയിട്ട് റൂമിലേക്ക് കയറും. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച, അമ്മ വീട് ക്ലീൻ ചെയ്യാനായിട്ട് അടിച്ചു വാരിയിരുന്നു. അപ്പോൾ അത് അമ്മേനെ പണി കഴിഞ്ഞിട്ട് അവൻ അടുത്ത പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വക ഒരു അടിച്ചു വാരൽ അത് നിർബന്ധമാണ്. നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പോൾ നമ്മൾ മോപ്പ് കൊണ്ട് നിലം തുടക്കുകയാണെങ്കിൽ പോലും നമ്മളത് തുടച്ച് മോപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നാലെ അവനെടുത്ത് ഒരു റൗണ്ടും കൂടി അവനെ തുടച്ചാൽ അവന് സമാധാനം കിട്ടുള്ളൂ. അങ്ങനെയാണ് ഉണ്ണി. നമ്മൾ എന്ത് പണി ചെയ്താലും അവൻ രണ്ടാമത്തെ റൗണ്ട് അവൻ ഒന്നും കൂടി ചെയ്തിരിക്കും. പക്ഷേ നമുക്കത് ഇരട്ടി പണിയാക്കി തരുന്നുണ്ട് സെക്കൻഡ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് അടിച്ച് കോരി അവൻ അങ്ങോട്ട് വീണ്ടും അടിച്ചാക്കിയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫീവറും കോൾഡൊക്കെ വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നാണ് ഉണ്ണികളൊന്നും കുളിപ്പിച്ചത്. ചിലപ്പോൾ കോൾഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുറയാറുണ്ട്. ഉണ്ണിക്കൊക്കെ അങ്ങനെയാണ്, നമുക്ക് എത്ര കോൾഡ് ആയാലും കുളിക്കാണ്ടിരുന്നതിനെ കൂടുന്ന പോലെയാണ്, കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയണ പോലെയുണ്ട്. അപ്പോൾ ഉണ്ണികളെ രണ്ടുപേരും അമ്മ കുളിപ്പിച്ചു. അങ്ങനെ ഞാൻ നല്ല ഭംഗിയിൽ എന്ന് ഞാൻ പറയുന്നില്ല, കണ്ണ് കഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചു ചെറുതായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ കളിച്ച് ചിരിക്കുക, മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ചിരിക്കും. പിന്നെ അവൻ്റേതായ രീതിയിലൊക്കെ ഇടുന്ന കളിയും ചിരിയും ഒച്ചവെക്കലൊക്കെ ഉണ്ട്. ആമി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കൊച്ചു ഭയങ്കര ഉഷാറാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ, നന്നായി ചിരിച്ച് കളിച്ച് കിടന്നോളും. ചുണ്ടറിനതിനൊക്കെ അറിയണേ, ചുണ്ടറിനവിടെ. പിന്നെ ഉച്ചയായി കഴിഞ്ഞപ്പോൾ വല്യമ്മ വന്നിരുന്നു. നമ്മളെ വീട്ടിൽ 3 ഉണ്ണികളായതുകൊണ്ട് തന്നെ പൊടി മയാണ്. അപ്പോൾ വല്യമ്മ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഉണ്ണികൾ ഇപ്പോൾ കൊച്ചൊക്കെ കരഞ്ഞുടങ്ങിനെ വായ അടക്കില്ല, ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ കൊച്ചുവിനെ കരച്ചിലേക്കുമ്പോഴേക്കും വല്യമ്മ ഓടി വന്നിട്ട് കൊച്ചുവിനെ എടുത്ത് ഉറക്കാനൊക്കെ നോക്കും. അപ്പോൾ അമ്മ ദേ കൊച്ചുവിന് പാൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അവന് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കഴുത്തിലൊക്കെ ഇങ്ങനെ തുണിയൊക്കെ ഇട്ടിട്ട് അവന് പാൽ കൊടുക്കുന്നത്. അപ്പോൾ അമ്മയും വല്യമ്മ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് 2 ഡേയ്സ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും കൂടിയിട്ടൊക്കെ ഇരുന്ന് വർത്തമാനം പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്നാ എനിക്ക് തിരിച്ച് വരാൻ പറ്റാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയമൊക്കെ നന്നായി ഞാൻ എൻജോയ് ചെയ്യാൻ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കോലം കണ്ടില്ലേ, ഒരു അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ എത്ര ഒരുങ്ങി വീട്ടിലിരിക്കാനൊന്നും അങ്ങനെയൊന്നും നടക്കില്ല. നമ്മൾ ഫുള്ള് ഈ ഓട്ടവും ചാട്ടവും ബഹളവും വെപ്രാളവും ഈ എപ്പോൾ ഏത് സമയം നമ്മളിങ്ങനെ വേർത്തുകൊണ്ടിരിക്കും. കാരണം നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ കുറേ ഇതൊന്നാക്കി ട്രൈ ചെയ്യാറില്ല. ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ കാണിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോയിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. അപ്പോൾ അമ്മയും ഞാനും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കഴിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിലിപ്പോൾ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഫേസ് വാഷ് ഇടാണ്. പിന്നെ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ, റിക്യുലിൻ്റെ ആണ്. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് പട്ടി ഷോ ആണെന്ന് കരുതരുത്, ഞാൻ എൻ്റെ പനങ്കൊല അഴിച്ചിട്ട് നിന്ന് കാണിക്കണമെന്നല്ല. ഞാൻ എന്താ അവസ്ഥ, തല്ല് വല്ല മുടി ബാക്കിയുണ്ടോ എന്നൊക്കെ നോക്കണതാണ്. കാരണം ഇപ്പം മാത്രമേ എനിക്കൊന്ന് കാണാനൊക്കെ പറ്റുള്ളൂ. ഞാനങ്ങനെ ഒന്നും കുറേ അങ്ങനെ നോക്കാറൊന്നുമില്ല. ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ജസ്റ്റ് എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫേസൊക്കെ നന്നായി വാഷ് ചെയ്തു. പിന്നെ മുടി കെട്ടി വെച്ചു. പിന്നെ എൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇടാണ്. എനിക്ക് നല്ല സ്മെല്ല് ഇഷ്ടമായിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ തന്നെ എൻ്റെ സ്മെല്ല് ഞാൻ വീണുപോയി. കാരണം അത്ര അടിപൊളി സ്മെല്ലാണ്. മാംഗോ സീഡ് എന്നൊക്കെയാണ് അതിൻ്റെ അവർ എഴുതിയിട്ടുള്ളതെന്ന്. എന്തായാലും നല്ലൊരു സ്മെല്ലാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഇതിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത്. ഞാൻ പൊതുവേ ഇത്രയും കാലം പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതെനിക്ക് എൻ്റെ സ്കിന്നായിട്ട് ഓക്സിഡൈസ് ചെയ്ത് പോണ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മാറ്റി ഞാൻ റീക്വലിൻ്റെ മോയ്സ്ചറൈസർ ട്രൈ ചെയ്ത്. ഇതെനിക്ക് ആപ്റ്റായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ഇത് വീട്ടിലായതുകൊണ്ട് ഇങ്ങനെ. ഇനിയിപ്പോൾ എനിക്ക് മെയിൻ പ്രശ്നം വരേണ്ടത് നമ്മൾ എന്തെങ്കിലും ഒരു തിരക്ക് പിടിച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോഴായിരിക്കും. ഞാനിങ്ങനെ മേക്കപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയർ മുന്നേ ചെയ്യുമ്പോൾ ഞാൻ ആകെ ഒന്ന് സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് മാത്രമാണ് എനിക്ക് വരുന്ന പ്രശ്നം. സോ അതിനും കൂടിയും ഇത് പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം.
അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പോവാറായല്ലോ, അപ്പോൾ അതിന് മുൻപ് ഒന്ന് ഒതുക്കി വെക്കലും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ കുറച്ച് സ്കിൻ കെയർ സംഭവങ്ങളാണ് കറൻ്റ് യൂസ് ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്ന് വെച്ച് എല്ലാതും അവിടെ ഇവിടെയൊക്കെ കിടക്കായിരുന്നു. അതൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു ഇതിലേക്ക് വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്പിറ്റിൻ്റെ ഒരു പാക്ക് വാങ്ങിയിരുന്നു, അപ്പോൾ അതായിരുന്നു ഇത്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു പ്ലമ്മിൻ്റെ ഒരു ടോണറൊക്കെ കിട്ടി. ഞാൻ അതുവരെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, വാങ്ങി അവിടെ വെച്ചു. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ടൈമിലാണ് എനിക്കിത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആഫ്റ്റർ ഡെലിവറി യൂസ് ചെയ്യുന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാതും അതുപോലെ തന്നെ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായതിന് ശേഷമാണ് ഞാനിപ്പോൾ ഫേസ് വാഷ് ആണെങ്കിലും മോയ്സ്ചറൈസറൊക്കെ ഇട്ട് തുടങ്ങിയത്. എന്താണെന്ന് അറിഞ്ഞൂടെ, ഫസ്റ്റ് ടൈമായിട്ട് എന്തെങ്കിലും ഒരു ക്രീം ആണെങ്കിലും അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ആണെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നും. സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ ഫേസിലൊരു വ്യത്യാസമാണെന്ന് തോന്നും. പക്ഷേ ഫസ്റ്റ് ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. സെക്കൻഡ് തേർഡൊക്കെ എനിക്ക് പിന്നെ അത് ഇട്ട് യൂസ് ചെയ്യണ്ടെന്ന് തോന്നുന്നു, വേറെ പോലെ തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ ചെറിയ പഴം നടക്കേണ്ടത് കോമ്പൗണ്ട് വോൾ കെട്ടുന്നതാണ് പണി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് ഇപ്പോൾ ഭയങ്കര ഒരു എന്താ സമാധാനമാണ്. അറ്റ്ലീസ്റ്റ് അവനെ ഫ്രണ്ടിൽ വന്നിരിക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം അവനെ വാതിലടച്ചിട്ട് വീണ്ടും ഉള്ളിൽ തന്നെയാണ് ഇരിക്കണേ. അപ്പം ബ്രദർ വന്നിട്ട് അവൻ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോഴേക്കും എനിക്ക് ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴേക്കും പനിയുടെ ഒരു കാറ്റടിച്ച് തുടങ്ങി. ഉച്ചയല്ല കേട്ടോ, ഉച്ച എരിയാറായി, ഒരു 3 മണി 4 മണി ടൈമായി. അപ്പം ഞാനിങ്ങനെ വന്ന് സോഫയിൽ കിടക്കുകയാണ്. എനിക്ക് എന്താ ചെറുപ്പം തൊട്ട് നിൽക്കുന്ന വീടായതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് അതൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരുപാട് തടി വെച്ചതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഫിറ്റായി നിൽക്കണില്ല. അതായത് എന്നെ കൊള്ളണില്ല അവിടെ. എന്നാലും എനിക്ക് പിന്നെ അവിടെ കിടന്ന് കഴിഞ്ഞെങ്കിൽ ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷേ പണ്ട് ഞാനൊക്കെ അവിടെ വന്ന് എന്താ ചുരുണ്ട് കൂടി കിടക്കലും ചാടി മറിഞ്ഞ് എനിക്കലും കുത്തിമറയിലൊക്കെ ആയിരുന്നു ആ സ്ഥലത്ത്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണിനെ കണ്ടില്ലേ, പനി ഒന്ന് കുറഞ്ഞ് തല പൊന്തിയപ്പോഴേക്കും അവൻ എനിക്ക് അവൻ്റെ പരിപാടി തുടങ്ങിയിരിക്കുന്നു. ഏകദേശം പണിക്കാരൊക്കെ പോവാറായി. അപ്പോൾ അവൻ്റെ നമ്മളെ വീട്ടിൽ മരങ്ങളൊക്കെ മുറിച്ചിട്ട് അവിടെ പൊടി ഉണ്ടാവുമല്ലോ, അതെങ്ങനെ എടുത്ത് അത് കളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മേത്തേക്ക് വാരി എറിയലായി. അവന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ഫ്രീഡം കിട്ടിയ പോലെയാണ്. പൊതുവേ അവൻ ഫുൾ ടൈം വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വല്ലപ്പോഴും ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്താ പറയുക, തല തിരിച്ചു വെക്കുന്നു പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. എനിക്ക് പിന്നെ പനി ചെറുതായി കൂടുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ പിന്നെ അധികം ഒന്നിനും നിന്നില്ല, വേഗം പോയി മേലെ എഴുകി. കാരണം പനിക്കായതുകൊണ്ട് തന്നെ 2 ദിവസമൊക്കെ ആയിരിക്കണോ കുളിച്ചിട്ടും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ വൈകുന്നേരമൊക്കെയാണ് മേലെ എഴുകി പിന്നെ ചായ കുടിക്കുകയാണ്. ഞാൻ പിന്നെ ചായ ഇപ്പോൾ കുടിക്കാറില്ല, പ്രഗ്നൻസിക്ക് മുന്നേ കുടിച്ചിരുന്നു, ഇപ്പോൾ ഞാൻ കഴിക്കാറില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ബെന്നുണ്ടായിരുന്നു. പനി ആയിക്കഴിഞ്ഞാൽ ഉണ്ണിക്ക് ചോറൊന്നും കഴിക്കില്ല, അപ്പോൾ അവന് വേണ്ടി വാങ്ങിയതാണ് ബെന്ന്. അങ്ങനെ ബെന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ വല്യമ്മയും എൻ്റെ ചേച്ചിയുടെ മോനും വന്നിരുന്നു. അപ്പോൾ അവനിങ്ങനെ എന്നെ ബീബി എന്ന് ഞാൻ വിളിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ബീബി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക, ഞാൻ ഉണ്ണിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന വീഡിയോ എടുക്കുക, ഞാനത് നാളെ യൂട്യൂബിൽ കാണുമ്പോൾ എനിക്ക് ആ വീഡിയോ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തു. നൈറ്റായി കഴിഞ്ഞപ്പോൾ വയ്യാത്തതുകൊണ്ട് എനിക്ക് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല. 3 ഉണ്ണികൾക്കും അവരുടെ മരുന്നൊക്കെ കൊടുത്ത് സ്വെറ്ററൊക്കെ ഇട്ട് പാമ്പേഴ്സൊക്കെ ഇട്ടിട്ട് കിടത്തി. കൊച്ചു ഉറങ്ങിയിട്ടില്ല കേട്ടോ, അത് കണ്ടില്ലേ. സോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതെല്ലാവർക്കും ബൈ.